മക്കളെ, ഇന്ന് നമുക്ക് സിരിയാക്കി ബേട്ടി എന്ന മൈത്രേയി കുൽക്കർണിയുടെ സംസ്മരൺ അതിലെ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, യഹാം അജബ് സി ബോരിയത്ത് കാ പ്രयोग ക്യോं കിയാ ഹോഗ. ഇവിടെ വിചിത്രമായ ബോറിംഗ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. പൂര ഏക് ദിൻ ലഗ് ഗയാത, ഒരു ദിവസം മുഴുവൻ എടുക്കേണ്ടതായിട്ട് വന്നു. അതായത് ലഗിയക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ടോ, യാത്രാ കേലിയെ എന്നും കൂടെ അവിടെ ചേർക്കാം കേട്ടോ. യാത്രാ കേലിയെ പൂര ഏക് ദിൻ, യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ എടുക്കേണ്ടതായിട്ട് വന്നു. മേരെ പൂരേ ശരീർ മേ ടൂട്ടന്തി, എൻ്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നുണ്ടായിരുന്നു. അഗഡ് ഗയാത, ഒരു വലിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഏക് അനിശ്ചിതത ബനി ഹുയി, ഒരു അനിശ്ചിതത്വം തുടർന്നു. ഇസീനെ ദക്കാൻ കോ അർ ബഡാ ദിയ, ഇതെല്ലാം എൻ്റെ ക്ഷീണം വർദ്ധിപ്പിച്ചു. അതുകൊണ്ടൊക്കെയാണ് ഒരു വിചിത്രമായ ബോറിംഗ് എന്ന് ഇവിടെ ലേഖിക പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. लेखिका अपने बाबा से ഫോൺ പർ ബാത്തേ കർണേ മേ അസമർത്ഥ തി, ലേഖിക തൻ്റെ അച്ഛനോട് ഫോണിൽ സംസാരിക്കുന്ന കാര്യത്തിൽ അസമർത്ഥയായി. ഉസ് സമയ ലേഖിക കെ മൻമേ ക്യാ ക്യാ സോച്ചായേ ഹോഗേ, ആ സമയത്ത് ലേഖിയുടെ മനസ്സിലേക്ക് എന്തെല്ലാം ചിന്തകളാണ് വന്നിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. लेखिका सोची होगी कि कैसे मैं अपने बाबा को बता दूं कि मैं यहाँ टर्की एयरपोर्ट में बैठी हूँ. താൻ ഇവിടെ തുർക്കി വിമാനത്താവളത്തിൽ ഇരിക്കുകയാണ് എന്ന് അച്ഛനോട് എങ്ങനെ പറയാൻ കഴിയും, അച്ഛനെ എങ്ങനെ അറിയിക്കും എന്നായിരുന്നു ലേഖിക ചിന്തിച്ച ഒരു കാര്യം. യേ 24 ഘണ്ടെ കൈസേ ഗുസരും, പിന്നെ ഈ 24 മണിക്കൂർ എങ്ങനെ ചിലവഴിക്കും. ഫോൺ കി ബാറ്ററി ഖതം ഹുയി ഹെ, ഫോണിലെ ബാറ്ററി തീർന്നിരിക്കുന്നു. ഇന്റർനെറ്റ് കി സുവിധ കഹാം സേ മിലേഗി, ഇന്റർനെറ്റിന്റെ സൗകര്യം എവിടെ ലഭിക്കും. പീനെ കെ പാനി കാ ബോത്തൽ കഹാ മിലേഗ, കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ബോട്ടിൽ എവിടെ നിന്ന് ലഭിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ആ സമയത്ത് ലേഖിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. मैंने यात्रा के लिए यही दिन क्यों चुना, लेखिका के ऐसे सोचने का क्या कारण हो सकता है. ഞാൻ യാത്രയ്ക്ക് വേണ്ടി എന്തിനാണ് ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് എന്ന് ലേഖിക ചിന്തിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. യഹ് ദിൻ ഇത്തനാ തനാവ് പൂർണ്ണ രഹ്നെ കെ കാരൺ ഐസാ സോച്ചാ ഹോഗ, എന്തുകൊണ്ടായിരിക്കും ലേഖിക അങ്ങനെ ചിന്തിച്ചത്. ആ ദിവസം വളരെ സമ്മർദ്ദം ഉളവാക്കുന്ന ഒരു ദിവസമായിരുന്നു, വളരെയധികം ടെൻഷൻ ഉളവാക്കുന്ന ഒരു ദിവസമായിരുന്നുകൊണ്ടാണ് ലേഖിക അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലെ. ആ ദിവസം ലേഖികയ്ക്ക് ഒരു കാര്യവും വിചാരിച്ചതുപോലെ നടത്താൻ സാധിച്ചില്ല. കൃത്യസമയത്ത് ഏകദേശം 6-7 മണിക്കൂർ ടൈം എടുക്കാറുള്ളൂ തുർക്കിയിലേക്കുള്ള യാത്രയിൽ. പക്ഷേ അന്ന് ഒരു ദിവസം മുഴുവൻ ലേഖികയ്ക്ക് ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ആ വെയിറ്റ് ചെയ്ത് വളരെയധികം മുഷിച്ചിൽ അനുഭവപ്പെട്ട കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കാത്തൊരു ദിവസം ആയതുകൊണ്ടാണ് ലേഖിക അങ്ങനെ ചിന്തിച്ചത്. അപ്പം എന്താണ്, യഹ്ദിൻ ഇത്തന തനാവ് പൂർണ്ണ, ആ ദിവസം അത്രമാത്രം തനാവ് പൂർണ്ണ, വളരെയധികം സമ്മർദ്ദം ഉളവാക്കുന്ന ടെൻഷനുള്ള ദിവസമായിരുന്നു. ആ കാരണത്താലാണ് ലേഖി അങ്ങനെ ചിന്തിച്ചത്. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ചോദ്യം നോക്കാം. इस अंशी पर एक क्षण के लिए मैं सब भूल गई, लेखिका को ऐसा अनुभव क्यों हुआ. इस अंशी पर, ഈ ചിരിയിൽ ഒരു നിമിഷത്തേക്ക് ഞാൻ എല്ലാം മറന്നു. ലേഖികയ്ക്ക് അങ്ങനെയുള്ള അനുഭവം, ലേഖികക്കോ ഐസ അനുഭവം ക്യോം ഹുവ, ലേഖികക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്തുകൊണ്ട്, ഒരു നിമിഷം നേരത്തേക്ക് വേണ്ടി എല്ലാം മറന്ന ഒരു അനുഭവം എന്തായിരുന്നു എന്നാണ് ചോദ്യം. जब लेखिका प्यासा रहकर बैठी थी तो अचानक किसी ने उसके कंधे पर हाथ रखा, उसका चेहरा भर गुलादा, वह शांत और उसकी आंखों में एक हंसी थी. यह हंसी लेखिका को प्रभावित किया होगा. എഴുത്തുകാരി, അതായത് ലേഖിക ദാഹിച്ച് വലഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ ലേഖികയുടെ തോളിൽ കൈവച്ചു.
അവളുടെ മുഖം വിടർന്നു. ആ കൈവച്ച ഉസ്കാ ചെഹര, ആരോ കൈവച്ചല്ലോ, ആ കൈവച്ച ഉസ്കാ ചെഹര അവളുടെ മുഖം വിടർന്ന മുഖമായിരുന്നു. അതുപോലെ തന്നെ ശാന്തമായിരുന്നു. ആർ ആങ്കും അവളുടെ കണ്ണുകളിൽ ചിരിയുണ്ടായിരുന്നു. ഏ ഹൻസി ലേഖികോ പ്രഭാവിത കിയാ ഹോഗ, ആ പുഞ്ചിരി ലേഖികയെ സ്പർശിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ലേഖിക അങ്ങനെ പറഞ്ഞത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. पानी के उस बूंद ने और उसकी हंसी ने या दोनों ने मिलकर मुझे एक मीठे आसास से भर दिया था. इस प्रस्ताव से आपने क्या समझा? പാനിക്ക് ഉസ് ഗൂണ്ടിനെ, വെള്ളത്തിൻ്റെ ആ ഒരു ഇറക്ക് വെള്ളം, ഒരു കവിൾ വെള്ളം, അതുപോലെ തന്നെ അവളുടെ ചിരി, ഇത് രണ്ടും ചേർന്നപ്പോൾ എനിക്ക് മധുരകരമായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടായി എന്ന് ഇസ് പ്രസ്താവസെ ആപ്പിനെ ക്യാ സമജ, ലേഖിക പറഞ്ഞല്ലോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന്. അപ്പോൾ ആ പ്രസ്താവനയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യമാണ്. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. प्यास बुझने के कारण और उस लड़की की निरी हंसी के कारण लेखिका को एक मीठा आसास हुआ होगा. ആ പെൺകുട്ടിയുടെ ദാഹമകറ്റലും, ആ പെൺകുട്ടി വെള്ളം നൽകിയിട്ട് ദാഹമകറ്റിയല്ലോ, അപ്പോൾ ദാഹമകറ്റലും അതുപോലെ തന്നെ ഉസ് ലടുക്കിക്ക് നിരി ഹൻസി, ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ചിരിയും, നിരീ ഹൻസി പറഞ്ഞാൽ നിഷ്കളങ്കമായിട്ടുള്ള ചിരിയും, ഹൻസിക്ക് കാരണം ലേഖികക്കോ ഏക് മീഠാ ആസാസ് ഹുവാ ഹോഗ, ചിരിയും കാരണം ലേഖികയ്ക്ക് ഒരു മധുരാനുഭൂതി അനുഭവപ്പെട്ടിരിക്കണം. അതുകൊണ്ടാണ് ലേഖിക അങ്ങനെ പറഞ്ഞത്. ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. इन युद्ध के समय यह वहां क्यों जा रही है? यह सवाल मेरे चेहरे पर झलक उड़ाता. लेखिका ने ऐसा क्यों सोचा होगा? ഈ യുദ്ധസമയത്ത് അവൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന ചോദ്യം ലേഖിയുടെ മുഖത്ത് തിളങ്ങുന്നുണ്ടായിരുന്നു. ലേഖി എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിച്ചത്? ലേഖിക അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്ത് എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. ആൻസർ നോക്കാം. യുദ്ധ കെ സമയ കോയി ബി ദേശ് സുരക്ഷിത് നഹി ഹെ, യുദ്ധത്തിന്റെ സമയത്ത് ഒരു ദേശവും സുരക്ഷിതമല്ല. കഹാം കബ് ക്യാ ഹോ ജായേഗ കൽപ്പന നഹി ഹർ സക്തേ, എവിടെ എപ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റി സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. ഫിർ ബി ലഡ്കീനെ തൈ കിയാ കി വഹ് മാം ബാപ് കെ പാസ് ജായേഗി, എന്നിട്ടും ആ പെൺകുട്ടി മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അതായത് ആ പെൺകുട്ടി വളരെയധികം താല്പര്യത്തോടു കൂടി ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണ്? യുദ്ധഭൂമിയിലേക്കാണ്. അതുകൊണ്ടാണ് ലേഖിക അങ്ങനെ ചിന്തിച്ചത്. യുദ്ധക്കെ സമയ കോയി ബി ദേശ് സുരക്ഷിത് നഹി ഹെ, യുദ്ധത്തിന്റെ സമയത്ത് എന്തല്ല, ഒരു ദേശവും സുരക്ഷിതമല്ല. അതുകൊണ്ടാണ് എന്തിനാണ് ഇപ്പോൾ ഇവൾ അങ്ങോട്ട് പോകുന്നത് എന്ന് ലേഖിക ചിന്തിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. മേരാ സവാൽ 24 ഘണ്ടെ കാ താ പർ ഉസ്കാ, എൻ്റെ ചോദ്യം 24 മണിക്കൂറിൻ്റെതായിരുന്നു, പക്ഷേ അവളുടേതോ, അതായത് ലേഖികയ്ക്ക് ആകെ ഒരു പ്രശ്നം എന്താണ്, 24 മണിക്കൂർ ലേഖിക അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ. അപ്പം അത്രയും സമയം യാത്രയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന ഒരു പ്രശ്നം മാത്രമാണ് ലേഖികയ്ക്കുള്ളതെങ്കിൽ ആ പെൺകുട്ടിക്കോ, അവളെ എങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത്? യുദ്ധഭൂമിയിലേക്കാണ് അല്ലേ. ഇസ് കഥൻ കി ഗഹരായി पर अपना विचार प्रकट करे. അപ്പം ലേഖിക ഈ പറഞ്ഞതിൻ്റെ ഗഹരായി, ആ എന്താണ് ലേഖിക ഉദ്ദേശിച്ചത് എന്നതിൻ്റെ ആ ചിന്തയിലേക്ക് നിങ്ങൾ ലേഖിയുടെ ചിന്ത എന്തായിരിക്കാം എന്ന് പ്രകടമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. ലേഖിക की समस्या सिर्फ 24 घंटे बिताने की है. ലേഖിയുടെ പ്രശ്നം കേവലം 24 മണിക്കൂർ ചെലവഴിക്കുക എന്നത് മാത്രമാണ്. ലേക്കിൻ സിരിയ ജാനേവാലി ലടുക്കി സ്വയം ഖതർനാക് അവസ്ഥാമേ ഹെ, പക്ഷേ സിരിയയിലേക്ക് പോകുന്ന പെൺകുട്ടി സ്വയം ആപത്കരമായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. വളരെയധികം ആപത്താണ് അവിടെ നടക്കുന്ന, യുദ്ധം നടക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, സിരിയയിലേക്ക് പോകുന്ന പെൺകുട്ടി വളരെയധികം ആപത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഖതർനാക്ക് പറഞ്ഞ ആപത്ത്.
അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. ക്യോങ്കി സിരിയാമേ യുദ്ധ ചൽ രഹാ ഹെ, എന്തുകൊണ്ടെന്നാൽ സിരിയയിൽ യുദ്ധം നടക്കുകയാണ്. ഫിർ ബി ഉസ്നെ മാതാപിതാക്കെ പാസ് ജാനെ കോ തൈ കിയ, എന്നിട്ടും അവൾ മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക് പോകാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ടാണ് ലേഖിക അത്രയും കാര്യങ്ങളാണ് അവിടെ നിന്ന് ചിന്തിക്കുന്നത് അല്ലേ. ആ വിചാരങ്ങൾ, ചിന്തകൾ എന്തൊക്കെയാണ് ലേഖിയുടെ മനസ്സിലുള്ള, എന്താണ് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്നാണ് നമ്മൾ പറഞ്ഞത്. മേനെ പഹലി ബാർ യുദ്ധക്കോ ഇത്തനെ കരീബ് സെ ജാനാത ലേഖിക ഐസാ ക്യോ സോച്തി ഹേ. മേനെ പഹലി ബാർ, ഞാൻ ആദ്യ തവണയാണ് യുദ്ധത്തിനെ ഇത്രയും അടുത്തറിയുന്നത് എന്ന് ലേഖിക അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? युद्ध विनाशकारी है जब युद्ध का विवरण स्वयं सिरिया जाने वाली लड़की के मुंह से सुना तो लेखिका को ऐसा लगा. യുദ്ധം വിനാശകാരിയാണ് അല്ലേ, നാശം വിതയ്ക്കുന്നതാണ് യുദ്ധം. സിറിയയിലേക്ക് പോകുന്ന പെൺകുട്ടിയിൽ നിന്ന് യുദ്ധത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടറിയുകയും അതുപോലെ തന്നെ ആ അനുഭവം അവിടെ ഇരുന്ന് കണ്ടറിയുക, ആ ഒരു പ്ലെയിൻ ലേറ്റ് ആകുന്നു, വളരെയധികം വിഷമം ആ സമയത്ത് അനുഭവിക്കുന്നു, യുദ്ധം നടക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കൂടി ആരനുഭവിച്ചിട്ടുണ്ടായിരുന്നു? ലേഖിക അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. യാത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്തായിരുന്നു കാരണം? ആ സിറിയ യുദ്ധം നടക്കുന്ന കാരണത്താലേ ആയിരുന്നു ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് ലേഖിക എന്ത് പറയുന്നത്? ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായത് എന്ന് പറഞ്ഞത്. യുദ്ധ വിനാശകാരി ഹേ ജബ് യുദ്ധ കാ വിവരൺ സ്വയം സിരിയ ജാനെ വാലി ലഡ്കി കെ മുഹ് സേ സുനാ തോ ലേഖിക കോ ഐസാ ലഗാ. യുദ്ധം വിനാശകാരിയാണ്, സിറിയയിലേക്ക് പോകുന്ന പെൺകുട്ടിയിൽ നിന്നും യുദ്ധത്തിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് കൊണ്ടുകൂടിയാണ് ലേഖികയ്ക്ക് അങ്ങനെ തോന്നിയത്. ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റി നോക്കാം. സഹി മിലാൻ കരീം എന്നാണ്. ചോട്ടെ ബച്ചയ്ക്ക് ആംഗേം, ചെറിയ കുട്ടിയുടെ കണ്ണുകൾ എങ്ങനെയാണെന്നായിരുന്നു പറഞ്ഞത്? കലിയോം കി തര ഉപരി ഹുയിദി അല്ലേ. അടുത്തത് യുദ്ധ കി ഹർ കഹാനി ബേചൈൻ കർനെ വാലി ഹോത്തി ഹേ. അടുത്തത് യുദ്ധ കെ സമയ സിരിയ കെ ലോഗ് ഡർ के साये में जीते थे. ആൻസർ എഴുതിയിട്ടുണ്ട്. ചോട്ടെ ബച്ചയ്ക്ക് ആംഗെ കലിയോം കി തര ഉപരി ഹുയിന്തി, ചെറിയ കുട്ടിയുടെ കണ്ണുകൾ പൂമൊട്ടുകൾ പോലെ അങ്ങനെ വിടർന്ന് വീർത്ത് അങ്ങനെ വിരിയാൻ നിൽക്കുന്ന പൂമൊട്ടുകളുണ്ടല്ലോ, കുറച്ച് വീർത്തിട്ട് ഇങ്ങനെ ഭംഗിയിൽ നിൽക്കുന്നതായിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. യുദ്ധക്ക് हर कहानी बेचैन करने वाली होती है. युद्ध की हर कहानी, യുദ്ധത്തിൻ്റെ ഓരോ കഥയും അത് ബേച്ചേൻ സമാധാനം കെടുത്തുന്നതാണ് എന്നാണ് പറഞ്ഞത്. യുദ്ധ കെ സമയ സിരിയ കെ ലോഗ്, യുദ്ധ സമയത്ത് സിരിയയിലെ ജനങ്ങൾ ഡർക്കെ സായമേ ജീത്തേതേ, ഭയത്തിൻ്റെ നിഴലിലാണ് ജീവിച്ചിരുന്നത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, നിമ്നലിഖിത വാക്യ പഠേം और പ്രത്യേക വാക്യ കെ ആധാർ പർ ലഡ്കി കെ മനോഭാവ് ലിഖേ. ഇവിടെ തന്നിരിക്കുന്ന ഓരോ സെന്റൻസും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പെൺകുട്ടിയുടെ മനോഭാവം എന്താണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഉസ്നെ അപ്പനി പാനി കി ബോത്തൽ മേരി തരഫ് ബഡായി, അവളുടെ സ്വന്തം വെള്ളത്തിൻ്റെ ബോട്ടിൽ എനിക്ക് നേരെ നീട്ടി. ടേക്ക് ഇറ്റ്സ് ഫോർ യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്, മനോഭാവം എന്താണ്, അങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ മനോഭാവം എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. दूसरे की मदद करने का മനോഭാവ് യഹാം ദിഗായി പഠിത്താ ഹേ. ഇവിടെ ഏത് മനോഭാവമാണ് കാണുന്നത്? ദൂസരോ കി മദദ് കർണേ കാ മനോഭാവ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവമാണ് അവിടെ കാണുന്നത്. ഇനി അടുത്ത ചോദ്യം, സിരിയ ജാ രഹി ഹോം അപ്പനെ മാതാപിതാ കെ പാസ്.
സിരിയയിലേക്ക് പോകുന്നു, എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക്. അവളുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് ആ ഒരു സമയത്ത് അവളുടെ മനോഭാവം എന്താണ് എന്നാണ് ചോദ്യം. ദൃഢനിശ്ചയിക്ക മനോഭാവ്. അവിടെ യുദ്ധം നടക്കുകയാണ് അല്ലേ. യുദ്ധം നടക്കുകയായിരുന്നിട്ട് കൂടി അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ദൃഢനിശ്ചയ മനോഭാവമാണ് അവിടെ കാണുന്നത് അല്ലേ. ദൃഢനിശ്ചയിക്ക മനോഭാവ്. അടുത്തത് വഹ് ബോലിക്ക് മാം കി തബിയത്ത് ടീക്ക് നഹീ ഹേ. അവൾ പറഞ്ഞു എന്തെന്നാൽ അമ്മയുടെ ആരോഗ്യം ശരിയല്ല. മേ ജാവൂങ്കി തോ കുച്ച് ഹോ ജായേഗി. ഞാൻ പോവുകയാണെങ്കിൽ കുറച്ച് സഹായമാകും, അവർക്ക് സഹായമാകും. മാതാപിതാക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത് അല്ലേ. അവർക്ക് ഞാൻ ചെന്നാൽ അവർക്ക് എന്തായിരിക്കും, എന്തെങ്കിലും ഒരു സഹായമാകും എന്ന് പറഞ്ഞു. അപ്പം അവിടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. അപ്പനെ മാം ബാപ്പ് കാ ഗ്യാൽ രഖ്നെ കാ മനോഭാവ്. മാതാപിതാക്കളെ പരിപാലിക്കാനുള്ള മനോഭാവമാണ് അവിടെ പ്രകടമാകുന്നത്. ഇനി അടുത്ത ചോദ്യം. മേരെ ശരീർ മേൻ ടൂട്ടന്തി, മേരെ പൂരേ ശരീർ മേൻ ടൂട്ടന്തി. ഇവിടെ മേരെ ശരീരമേം എന്നാണ്, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് വന്നു, പൂരേ, ശരീരം മുഴുവൻ. മേരെ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ. ഇവിടെയോ മേരെ പൂരേ ശരീരം, എൻ്റെ ശരീരം മുഴുവൻ. മുഴുവൻ എന്ന അർത്ഥത്തിൽ ഇവിടെ എന്ത് വന്നു, പൂരേ എന്ന് വന്നു, എൻ്റെ ശരീരം മുഴുവൻ. അതുപോലെ ഉചിത് ശബ്ദ ജോഡ്കർ വാക്യോം കാ പുനർലേഖൻ കരയും എന്നാണ് പറഞ്ഞത്. ഇതുപോലെ അതാ നമ്മളിവിടെ പൂരേ എന്നതിവിടെ ഞാൻ മാർക്ക് ചെയ്തില്ലേ. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ജൽത്തി, സഫേദ്, ചോട്ട, ഗരം ഗരം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ശബ്ദം തന്നിരിക്കുന്നു. അത് നോക്കിയിട്ട് വഹ് ഏക്ക് ബുർഖ പഹനെ ദി എന്നതിന് നമ്മൾ അതിന് യോജിച്ചത് ചേർത്തിട്ട് സെൻറ്റൻസ് നമ്മൾ നേരത്തെ മുകളിൽ ഉദാഹരണം കണ്ടതുപോലെ മാറ്റി എഴുതണം. മനസ്സിലായല്ലോ. വഹ് ഏക്ക് ബുർഖ പഹനെ ദി. എങ്ങനെയുള്ള തട്ടമാണ് അവൾ ധരിച്ചിരുന്നത്? വെള്ളത്തട്ടം എന്ന് പറയുന്നില്ലേ, ഇതാ സഫേദ്, ഇതാണ് ഒന്നാമത് വരിക. ഒന്നാമത് അതെവിടെയാണ് വരിക, വഹ് ഏക്ക് സഫേദ്, ഇവിടെയാണ് നമ്മൾ സഫേദ് എന്ന് എഴുതുക. വഹ് ഏക്ക് സഫേദ് ബുർഖ പഹനെ ദി. മനസ്സിലായോ. അടുത്തത് അതുപോലെ തന്നെ ഉസ്കെ ബാജുമ്മ ഏക്ക് ചോട്ടാ ബച്ചയല്ലേ, ചോട്ടാ ബച്ച, ചോട്ട എന്നാണ് അവിടെ വരിക. ഇവിടെ ഏക്ക് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് വരും, ചോട്ടാ ബച്ച. ഇത് എഴുതിയിട്ടുണ്ട്, എഴുതിയത് കാണിക്കാം. അതിന് മുമ്പ് എന്താണെന്ന് പറഞ്ഞു തരുന്നതാണ്. ആൻസർ എഴുതിയത് ഇവിടെ ഉണ്ട്, അതാ എഴുതിയിട്ടുണ്ട്, കണ്ടോ. ഉസ്കെ ബാജുമ്മ ഏക്ക് ചോട്ടാ ബച്ച ദാ. അപ്പം എന്താ, ചോട്ട, ബച്ചയ്ക്ക് മുമ്പ് എന്ത് വന്നു, ചോട്ട. അടുത്തത് മാംനെ ഗർ പർ പോഹ തയ്യാർ കർ രഖാ ഹോഗ. എങ്ങനെയുള്ള പോഹയാണ്, ഗരം ഗരം പോഹ. എന്താ പോഹ പറഞ്ഞാല് അവിൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പോഹ. ഇവിടെ ചൂട് പോഹ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞത്. ഗരം ഗരം. അപ്പൊ ഇവിടെ മാംനെ ഗർപ്പർ എന്നതിന് മുമ്പ് തന്നെ, തൊട്ട് മുമ്പ് എന്ത് ചെയ്യാ, ഗരം ഗരം എന്ന് ചേർക്കുക. ഗരം ഗരം പോഹ തയ്യാർ കർ രഖാ ഹോഗ. ബാക്കി അതുപോലെ തന്നെ എഴുതാം. ഇനി ഗിർത്തെ ഗർ ഔർ ഇമാരത്തോं की ഫോട്ടോ ആനെ ലഗി. ജൽത്തി എന്നുണ്ടല്ലേ ഇവിടെ, നമ്മൾ ജൽത്തിയാണ് ചേർക്കേണ്ടത്. ഗിർത്തെ ഗർ ഔർ, ഇവിടെ എന്ത് ചേർക്കണം, ജൽത്തി ഇമാരത്തോം, ഇവിടെ ജൽത്തി എന്ന് ചേർക്കുക. നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്നത് ശബ്ദത്തിന്റെ തൊട്ട് മുമ്പെയാണ് ഇവിടെയുള്ള ശബ്ദം നമ്മൾ ചേർക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇതാ ജൽത്തി എന്നത് ഗിർത്തെ ഗർ ഔർ ജൽത്തി ഇമാരത്തോം. ഇവിടെ എന്താണ്, ജലത്തി ഇമാരത്തോം കി ഫോട്ടോ ആനയിലേക്ക്. മനസ്സിലായില്ലേ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, തകർന്നു വീഴുന്ന വീടുകളുടെയും
കത്തുന്ന കെട്ടിടങ്ങളുടെയും ഫോട്ടോകൾ വന്നു തുടങ്ങി. അങ്ങനെയുള്ള ഫോട്ടോകൾ ഏതിലാണ് വന്നത്? ന്യൂസ് പേപ്പറിൽ വരാൻ തുടങ്ങിയില്ലേ. അടുത്ത ചോദ്യം നോക്കാം. युद्ध से बनी अनिश्चितता में लेखिका को टर्की एयरपोर्ट में एक दिन घंटों गुजरना पड़ा. യുദ്ധക്കെ ബനി അനിശ്ചിതത, യുദ്ധം കാരണം ഉണ്ടായിട്ടുള്ള അനിശ്ചിതത. യുദ്ധം കാരണമാണ് ലേഖിയയ്ക്ക് അവിടെ എയർപോർട്ടിൽ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് അല്ലേ. സിറിയയിൽ യുദ്ധം നടക്കുകയാണ്. അപ്പൊ യുദ്ധസേ ബനി അനിശ്ചിത, യുദ്ധ കാരണം ഉണ്ടായിട്ടുള്ള അനിശ്ചിതത്വത്തിൽ ലേഖികയ്ക്ക് തുർക്കി എയർപോർട്ടിൽ ഏക് ദിൻ ഒരു ദിവസം ഗണ്ടോ പറഞ്ഞ മണിക്കൂറുകളോളം ഗുസർനാപട ചിലവഴിക്കേണ്ടതായിട്ട് വന്നു. മണിക്കൂറുകളോളം ചിലവഴിക്കേണ്ടതായിട്ട് വന്നു. ഉസ് ദിൻ കെ അനുഭവം കെ ആധാർ പർ ലേഖിക ഡയറി ലിഖ്തി ഹെ. ആ ദിവസത്തെ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് ലേഖിക ഡയറി എഴുതുന്നു. ലേഖികക്ക് വഹ് ഡയറി കൽപ്പന കർക്കെ ലിഖെ. ലേഖികയുടെ ആ ഡയറി സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറി എഴുതിയത് നോക്കാം. ആജ് കാ ദിൻ മേരെ ലിയെ അവിസ്മരണീയ രഹ. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. എനിക്ക് മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. युद्ध की अनिश्चितता के कारण टर्की का वह एयरपोर्ट में फ्लाइट को 24 घंटे तक मुझे इंतजार करना पड़ा. യുദ്ധത്തിന്റെ അനിശ്ചിതത്വം കാരണം ആ തുർക്കി എയർപോർട്ടിൽ എനിക്ക് 24 മണിക്കൂർ വിമാനത്തിനായി കാത്തിരിക്കേണ്ടതായി വന്നു. ഫോൺ ബന്ധത, ഫോൺ ഓഫ് ആയിട്ടുണ്ടായിരുന്നു, ചാർജ് ഒന്നുമില്ല, ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചു അല്ലെ. ഫോൺ ബന്ധത ഘർവാലോ സെ ബാത്ത് നഹീ ഹോ പായി. വീട്ടുകാരോട് കാര്യങ്ങൾ അറിയിക്കാൻ സാധിച്ചിരുന്നില്ല. കുടുംബക്കാരോട് അതായത് വീട്ടുകാരോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. युद्ध की पीड़ा को इतने पास से पहली बार महसूस किया. യുദ്ധത്തിന്റെ വേദന ഇത്രയും അരികിൽ നിന്ന് ആദ്യമായിട്ടുള്ള അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് യുദ്ധത്തിന്റെ വേദന ഞാൻ ഇത്ര അടുത്ത് അനുഭവിച്ചത്. വഹീൻ സിരിയ ജാ രഹി ഏക് ലഡ്കി സേ മുലാഖാത്ത് ഹുയി. അവിടെ വച്ച് സിറിയയിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് കൂടിക്കാഴ്ചയുണ്ടായി. ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഉസ്കി മുസ്കാൻ ഓർ മദദ് നെ മൻ കോ സഖൻ ദിയ. അവളുടെ പുഞ്ചിരിയും സഹായ മനസ്കതയും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. മുझे उसके ദൃഢനിശ്ചയ പർ ആശ്ചര്യ ലഗ. എനിക്ക് അവളുടെ ദൃഢനിശ്ചയതയിൽ ആശ്ചര്യം തോന്നി. സ്വയം അപ്നാ ജീവൻ ഖത്തരെ മേ ഡാൽക്കർ വഹ് യുദ്ധ കെ മുഹ് മേ ജാ രഹി ഹെ. സ്വന്തം ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് തന്നെ അവൾ യുദ്ധമുഖത്തേക്ക് പോവുകയാണ്. മേരി ഈശ്വർ സേ ദുആ ഹെ കി ഉസ് ലഡ്കി ഏവം ഉസ്കെ ബച്ചെ കോ രക്ഷാ കരേ. എനിക്ക് ഈശ്വരനോടുള്ള പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ, അതായത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ആ അമ്മയെയും അതുപോലെ തന്നെ ആ കുട്ടിയെയും സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. മേരി ഈശ്വർ സെ ദുആ ഹെ കി ഉസ് ലഡ്കി, ആ പെൺകുട്ടി അതുപോലെ തന്നെ അവളുടെ ബച്ചെ അവളുടെ കുഞ്ഞിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അഗലെ ദിൻ കി ശുഭ പ്രതീക്ഷ കെ സാത്ത്. അടുത്ത ദിവസം ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അടുത്ത ദിവസം നല്ല ശുഭപ്രതീക്ഷയായിരിക്കും, ശുഭമായിട്ടുള്ള വാർത്തയായിരിക്കും ഉണ്ടാവുക എന്ന പ്രതീക്ഷയോടുകൂടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിറിയ जाने वाली लड़की की ചരിത്രഗത വിശേഷതാവും പർ ടിപ്പണി ലിഖേ. സിറിയയിലേക്ക് പോകുന്ന പെൺകുട്ടിയുടെ സ്വഭാവ സവിശേഷത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. സിറിയ ജാനെ വാലി ലഡ്കിക്ക് ദേഖ്നെ മേ ബേഹദ് സുന്ദർ ഹേ. സിറിയയിലേക്ക് പോകുന്ന പെൺകുട്ടി കാഴ്ചയിൽ വളരെ സുന്ദരിയായിരുന്നു. വഹ് ഏക് സഫേദ് ബുർക്ക
പഹനി ദി അവളൊരു വെള്ള തട്ടമാണ് ധരിച്ചിരുന്നത്. ഉസ്കി ആങ്കോ മേ ഹൻസി ദി അവളുടെ കണ്ണുകളിൽ ചിരിയുണ്ടായിരുന്നു. വഹ് ഹൻസി സബ്കോ ആകൃഷ്ട കർത്തി ഹേ ആ ചിരി എല്ലാവരെയും ആകൃഷ്ടരാക്കുന്നുണ്ടായിരുന്നു. സിരിയാമേം യുദ്ധ ചിടക് രഹേ ഹേ സിരിയയിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു. ലഡ്കി അപ്പനെ സാത്ത് ഏക് ചോട്ടെ ബच्चे को लेकर ഫ്ലൈറ്റ് കെ इंतजार में है ആ പെൺകുട്ടി തൻ്റെ കൂടെ ഒരു ചെറിയ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഫ്ലൈറ്റിനുള്ള പ്രതീക്ഷയിലാണ്. ഉസ്കെ മൻ മേം ആത്മവിശ്വാസ് ഹേ അവളുടെ മനസ്സിൽ ആത്മവിശ്വാസമുണ്ട്. ഉസ്കി മാം കി തബിയത്ത് ടീക്ക് നഹി ഹേ അവളുടെ അമ്മയുടെ ആരോഗ്യം ശരിയല്ല. ഉസ്കി സുരക്ഷ കർണ ലഡ്കി അപ്നാ ദായിത്വ സമജ്തി ഹേ അവരെ സംരക്ഷിക്കുക എന്നത് പെൺകുട്ടി തൻ്റെ ഉത്തരവാദിത്വമായിട്ട് മനസ്സിലാക്കുന്നു. എയർപോർട്ട് മേ വഹ് ലേഖിക കോ പാനി ബി ദേത്തി ഹേ എയർപോർട്ടിൽ വെച്ച് അവൾ ലേഖികയ്ക്ക് വെള്ളം നൽകുക കൂടി ചെയ്യുന്നുണ്ട്. വിഭിന്ന ദേശോ മേ രഹ്നെ വാലെ ഹോത്തെ ഹുയെ ബി ദൂസരോ കെ പ്രതി സമ്മാൻ ദേക്കർ ഉസ്കി സഹായത കർത്തി ഹേ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ താമസിക്കുന്നവരായിട്ട് പോലും ദൂസരോക്കെ പ്രതി സമ്മാൻ രേക്കർ മറ്റുള്ളവരോടുള്ള ആദരവ് ബഹുമാനമൊക്കെ വെച്ചുകൊണ്ട് അവരെ സഹായിക്കുന്ന സ്വഭാവമുള്ളവളായിരുന്നു ആ പെൺകുട്ടി. അത്രയാണ് സിരിയാക്കി ലഡ്കി എന്ന സംസ്മരണിലെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത് ചരിത്ര पर टिप्पണിയാണ്. സിരിയാക്കി ലഡ്കിൻ്റെ ചരിത്ര पर टिप्पणी. ഇനി ലാസ്റ്റ് അനുബന്ധകാരിയാണ്. युद्ध की हर कहानी ही बेचैन करने वाली होती है. युद्ध के विरुद्ध നാര ബനായെ യുദ്ധ കെ വിരുദ്ധ നാരയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നാര മുദ്രാവാക്യം, യുദ്ധത്തിന് വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യമാണ് നോക്കാൻ പോകുന്നത്. ആൻസർ നോക്കാം. യുദ്ധ നഹീം ശാന്തി ചാഹിയെ യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത്. ഹർ ദിൽ കോ ജിന്ദഗി ചാഹിയെ എല്ലാവർക്കും ജീവിതമാണ് വേണ്ടത്. ഗോലിയോം നഹീം ബോലിയാം ചലാവോ ഗോലികളല്ല, അതായത് വെടിയുണ്ടകളല്ല, നല്ല സംസാരമാണ് ഉതിർക്കേണ്ടത്. യുദ്ധ സേ വിനാശ് മിൽത്താ ഹേ ശാന്തി സേ വികാസ് സായാണ് വികാസ്. യുദ്ധ സേ വിനാശ് മിൽത്താ ഹേ യുദ്ധത്തിൽ നാശമാണ് ഉണ്ടാവുന്നത്, സമാധാനത്തിൽ വികാസവും. ഹത്തിയാർ ചോടോ ഇൻസാനിയത്ത് ജോഡോ മനുഷ്യത്വം വർദ്ധിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. ധർത്തിക്കോ ഗു നഹീം ഫൂൽ ചാഹിയെ ഭൂമിക്ക് രക്തമല്ല പൂക്കളാണ് വേണ്ടത്. യുദ്ധത്തിന് വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. मैंने पहली बार युद्ध को इतने करीब से जाना था. यहाँ युद्ध के क्या क्या चित्र आपके मन में आते हैं. युद्ध पर विवरण लिखे. യുദ്ധത്തിനെ കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. युद्ध मानव इतिहास की सबसे भयानक और विनाशकारी घटनाओं में से एक है. യുദ്ധം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും നാശം വിതയ്ക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ്. യഹ് ദോ യാ ദോ സെ അധിക ദേശവും സമൂഹവും യാ പക്ഷവും കെ ബീച്ച് ഹോനെ വാല സംഘർഷ് ഹോത്താ ഹൈ. ഇത് രണ്ടോ രണ്ടിലധികമോ ദേശങ്ങളും സമൂഹങ്ങളും തമ്മിൽ നടക്കുന്ന സംഘർഷമാണ്. युद्ध का उद्देश्य आम तौर पर शक्ति प्राप्त करना, क्षेत्र पर अधिकार जमाना, आर्थिक लाभ उड़ाना आदि है. യുദ്ധത്തിൻ്റെ ഉദ്ദേശം ശക്തി പ്രാപ്തമാക്കുക, അധികാരം സ്ഥാപിക്കുക, ലാഭമുണ്ടാക്കുക എന്നൊക്കെയാണ്. युद्ध में लाखों निर्दोष लोग मारे जाते. യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് നിർദോഷരായിട്ടുള്ള കുറ്റമൊന്നും ചെയ്യാത്ത ആളുകൾ മാരേ ജാത്തേ ഹേ മരണപ്പെടുന്നു. इससे देश की अर्थव्यवस्था बर्बाद हो जाती है.
ऐतिहासिक इमारतें, कला और संस्कृति नष्ट हो जाती है। महिलाओं और बच्चों पर अत्याचार होते हैं। लोग अपने घर छोड़ने पर मजबूर हो जाते हैं। युद्ध केवल विनाश लाता है, जबकि शांति जीवन को आगे बढ़ाती है। इसलिए हमें युद्ध नहीं बल्कि समझदारी, सहानुभूति और सहयोग का रास्ता अपनाना चाहिए. അതായത് യുദ്ധം ദശലക്ഷക്കണക്കിന് നിരപരാധികളെ കൊല്ലുന്നു. അത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നു. ചരിത്രപരമായ കെട്ടിടങ്ങൾ, കലാ, സംസ്കാരം എന്നിവ നശിപ്പിക്കപ്പെടുന്നു. മഹിളാവും ഓർബച്ചോ, സ്ത്രീകളും കുട്ടികളും അടിച്ചമർത്തപ്പെടുന്നു. ആളുകൾ വീടുകൾ വിട്ട് ഓടിപ്പോകാൻ നിർബന്ധിതരാകുന്നു. യുദ്ധം നാശം മാത്രമേ വരുത്തൂ. അതേസമയം സമാധാനം ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനാൽ യുദ്ധമല്ല മറിച്ച് സമജ്ദാരി പറഞ്ഞാൽ മനസ്സിലാക്കൽ, ധാരണ, സഹാനുഭൂതി, സഹകരണം और सहयोग का रास्ता अपनाना चाहिए, സഹകരണം എന്നിവ നാം തിരഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. संस्मरण के आधार पर सही प्रस्ताव चुनकर लिखिए എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. വിമാൻ ലേറ്റ് ഹോനെ പർ ലേഖിക എയർപോർട്ട് കെ ബാഹർ ഘൂമനെ നികലി. തെറ്റാണ് അല്ലേ, എയർപോർട്ടിന്റെ പുറത്തേക്ക് കറങ്ങാൻ പോകുന്നില്ല. ഫോൺ കി ബാറ്ററി ഖതം ഹോ ജാനെ സെ ലേഖിക മാ ബാപ്പ് സെ സമ്പർക്ക് നഹീം കർ സകി. ഫോണിലെ ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് ലേഖികയ്ക്ക് അച്ഛനെയും അമ്മയെയുമായിട്ട് സമ്പർക്കം ചെയ്ത സംഭാഷണം നടത്താൻ സാധിക്കുന്നില്ല. ശരിയാണ്. पैसा न होने के कारण लेखिका ने पानी की बोतल वापस दुकान पर देगी. പൈസ ഇല്ലാത്ത കാരണത്താൽ ലേഖിക വെള്ളത്തിന്റെ ബോട്ടിൽ തിരിച്ച് കടയിൽ തന്നെ വച്ചു. ശരിയാണോ? അല്ല, പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, കാർഡ് സ്വീകരിക്കാത്തത് കൊണ്ടാണ് അല്ലേ. സഫേദ് ബുർക്ക പഹനി ലടുക്കിനെ പാനി കി ബോത്തൽ ലേഖിക കോ ദി. വെള്ള തട്ടം ധരിച്ച പെൺകുട്ടി ലേഖികയ്ക്ക് വെള്ളത്തിന്റെ ബോട്ടിൽ നൽകി. ശരിയാണ്. माँ बाप की देखभाल के लिए युद्ध के समय पर भी लड़की सीरिया के अपने घर जा रही थी. അമ്മയെയും അച്ഛനെയും പരിപാലിക്കാൻ വേണ്ടി യുദ്ധസമയമായിരുന്നിട്ട് പോലും പെൺകുട്ടി സിറിയയിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. ശരിയാണ്. അപ്പൊ നമുക്കിവിടെ 3 ശരിയാണ് കിട്ടിയത്. 3 ശരി, ഇത് 3 ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. फोन की बैटरी खत्म होने के लेगा माँ बाप के संपर्क नहीं कर सकी. पैसा सफेद बुर्का पहनी लड़की ने पानी की बोतल लेगा को दी. माँ बाप की देखभाल के लिए युद्ध के समय लड़की സിരിയ अपने घर जाती थी. ഇത്രയും നമ്മൾ നോക്കിയതാണ് അല്ലേ. പിന്നെ പൈസ न होने के कारण ലേഖികാനെ പാനി की बोतल वापस दुकान पर रखी. അത് ശരിയാണ്. കാരണം കയ്യിൽ അത്രയും പൈസ കൊടുക്കാനുണ്ടായിരുന്നില്ല എന്ന് കൂടെ പറയുന്നുണ്ട് അല്ലേ. ആ പാനിക്ക് ആവശ്യമായിട്ടുള്ള പൈസ കൊടുക്കാൻ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് കൂടെ പറയുന്നുണ്ട്. കാർഡ് സ്വീകരിക്കാത്ത മാത്രമല്ല, ആ വെള്ളത്തിന്റെ ബോട്ടിന് ആവശ്യമായിട്ടുള്ള പൈസ കൊടുക്കാൻ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നതിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പൈസ ന ഹോനേക്ക് കാരൻ ലേഖികാനെ പാനിക്ക് ബോത്തൽ വാപ്പസ് ദോക്കാൻ പർ ഡിഗി എന്നത് ശരിയാണ് കേട്ടോ. ഇത് ശരിയാണ്. അപ്പൊ നമ്മളിവിടെ നേരത്തെ മാർക്ക് ചെയ്തതില് ഇത് ശരിയാണ് കേട്ടോ മക്കളെ. ഇത് ശരിയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം विशेष दिवस ആണ്. फरवरी और मार्च महीनों के विशेष दिवसों को पहचाने. कम से कम 5 विशेष दिवसों को सूचीबद्ध करें. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ വിശേഷ ദിവസങ്ങൾ ഏകദേശം 5 വിശേഷ ദിവസങ്ങളാണ് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരിയിലെ വിശേഷ ദിവസങ്ങൾ അന്തർജാൽ സുരക്ഷാ ദിവസ് ഫെബ്രുവരി 7, സ്ത്രീയോം एवं बच्चों का सुरक्षा दिवस फरवरी 11,
വിശ്വ റേഡിയോ ദിവസ് 13 ഫെബ്രുവരി 13, വിശ്വ സാമാജിക നീതി ദിവസ് ഫെബ്രുവരി 20, വിശ്വ മാതൃഭാഷാ ദിവസ് ഫെബ്രുവരി 21. മാർച്ചിലെ വിശേഷ ദിവസങ്ങൾ: വിശ്വ മഹിളാ ദിവസ് മാർച്ച് 8, വിശ്വ ജംഗലി ദിവസ് മാർച്ച് 21, വിശ്വ ജൽ ദിവസ് മാർച്ച് 22, വിശ്വ ജലവായു ദിവസ് മാർച്ച് 23, വിശ്വ നാടക ദിവസ് മാർച്ച് 27. അത്രയാണ് മാർച്ചിലുള്ള പ്രധാന 5 ദിവസങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫെബ്രുവരിയിലെ ദിവസങ്ങളും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിരിയാക്കി ബേട്ടി എന്ന സംസ്മരണിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഉള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. ഓക്കെ.